ഷിപ്പിൽ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കും. ഡോക്ടർ ഹാനും യങ്ജുവും കൂടി സർജറി പെർഫോം ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ചെല്ലും. അവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യങ്ജു ഡോക്ടർ ഹാൻ്റെ അടുത്ത് പറയും, ആദ്യമായിട്ടാണ് സെയോക്ക് അല്ലാതെ ഒരു ചീഫ് സർജൻ ഉള്ള ഒരു സർജറിക്ക് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പേടിയാവുന്നു. ഡോക്ടർ ചോയുടെ അടുത്ത് സെയോക്കിന് നല്ല ദേഷ്യമുണ്ട്, ആ ദേഷ്യം മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ടെന്ന് പറയും. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഡോക്ടർ ചോയുടെ അടുത്ത് സെയോക്ക ചോദിക്കും. അവളവിടെ അവളുടെ പെറ്റ്സിൻ്റെ ബെൽറ്റൊക്കെ കടലിലൊഴുക്കി കളഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഉടനെ ഡോക്ടർ ചോയ് പറയുന്നത്, നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്, കുറേ കാലമായല്ലോ ഞാൻ നിന്നെ കണ്ടിട്ട്. അപ്പം ഇങ്ങനെ അണ്ടർഗ്രൗണ്ടായിട്ട് സർജറീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നീ അത് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. ഇവളിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാവും. നിന്റെ പെറ്റ്സിനെ ആലോചിച്ചിട്ട് നിനക്ക് ഇപ്പോഴും ദേഷ്യമാണോ? ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാർക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്, താമസിയാതെ നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. നിന്നെ രക്ഷിക്കുവാണ് ഞാൻ ചെയ്തത്. കുറച്ച് പെറ്റ്സ് അല്ലേ, അതങ്ങ് പോട്ടെന്ന് വിചാരിക്കണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് കൊടയെടുത്തിട്ട് ഇയാളെ ഉപദ്രവിക്കും. നല്ലോണം ഉപദ്രവിക്കും. സൗണ്ട് കേട്ട് യങ്ജുവും ഡോക്ടർ ഹാനും കൂടി ഓടി വന്നാണ് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നത്. ദേഷ്യത്തിൽ അവിടുന്ന് പോയ സേവകന് പുറകെ ചെന്നിട്ട് യങ്ജു ചോദിക്കും, എന്തുവാ ചെയ്തത്? ആ മനുഷ്യന് വയ്യാന്ന് അറിഞ്ഞൂടെ? ഒരു പേഷ്യന്റിനെയാണോ ഇങ്ങനെ അടിക്കുന്നത്? നാളെ സർജറി പെർഫോം ചെയ്യാനുള്ളതല്ലേ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇവളൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ കയറി കഥ അടയ്ക്കും. നിങ്ങൾക്ക് ആർക്കും സേവകനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലേ? നാളെ സർജറി ചെയ്യേണ്ട ഡോക്ടർ ചോദിയാണ് ഇങ്ങനെ അടിച്ച് വയ്യാതാക്കി വെച്ചേക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ട് നാളെ സർജറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകത്തില്ല എന്ന് മിൻ യങ്ജുവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഏതെങ്കിലും വലിയ ക്രിമിനലിനെയാണോ ഞങ്ങൾ സർജറി ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നിങ്ങളിത് ദൈവത്തിനെയാണ് സർജറി ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് മിൻ അന്നേരം പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരു ഡോക്ടർ എന്തിനാണ് സേവകനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഡോക്ടർ ചോയ് പറയും. നിങ്ങളല്ലേ മുതിർന്ന ആള്, അവളെ ഇങ്ങനെ ബുള്ളി ചെയ്യാതിരുന്നുകൂടെ എന്ന് ഡോക്ടർ ഹാൻ ചോദിക്കുമ്പോൾ, ഞാനാണോ അവളെ ഉപദ്രവിച്ചത്? അവളല്ലേ എന്നെ ഉപദ്രവിച്ചത്? നോക്കിക്കേ, എൻ്റെ കയ്യിലും നെറ്റിയിലും എല്ലാം മുറിവ് വന്നേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കുറച്ച് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവൾക്ക് സീരിയസ് ആയിട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൾ മിടുക്കിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് കണ്ടു, വേറൊരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ പേര് പറയും. അയാളും പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ആ ഡോക്ടർ നിങ്ങളുടെ സർജറി പെർഫോം ചെയ്യുമെന്ന് ഡോക്ടർ ഹാൻ പറയും. ഉടനെ ഡോക്ടർ ജോയി പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് അയാളെ പറ്റി, അയാൾ നല്ല ഡോക്ടറാണ്, പക്ഷേ ഏറ്റവും മികച്ചത് അയാളല്ല, അത് സെയോക്ക് തന്നെയാണ്. കാരണം അവളെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. അവൾക്ക് ഇന്ന് ഉള്ളതല്ല, അവൾ ഇന്ന് എന്താണോ, അവൾക്ക് ഇന്ന് എന്തെല്ലാം അറിയാമോ അത് മുഴുവൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടം വീട്ടാനായിട്ട് അവൾ വിസമ്മതിക്കുവാണെന്നാണ് പറയുന്നത്. അന്നേരം ഡോക്ടർ ഹാൻ തിരിച്ചു പറയും, അത് തെറ്റാണ്. നമ്മളൊരാൾക്ക് അറിവ് പകർന്നു കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പഠിപ്പിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോലി അവിടെ കഴിഞ്ഞു. അവർ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തു തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അവർ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്താഗതി തന്നെ നിങ്ങളുടെ തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. യുഎസിലുള്ള ഡോക്ടർ കൊറിയയിലേക്ക് എത്തും. അലൻ എന്നാണ് പേര്. മിസസ് റാ കൂട്ടിക്കൊണ്ട് വരുന്നത് ഡോക്ടർ ചോയുടെ വീട്ടിലേക്കാണ്. 2 ദിവസത്തേക്ക് ഡോക്ടറിനെ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല, ഇവിടെ താമസിച്ചോ, സ്വന്തം വീടായിട്ട് കരുതിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയേക്കുന്നതെന്ന് പറയും. സർജറി ചെയ്യേണ്ട ആളെ ഡോക്ടർ ചോയ് പോയി മീറ്റ് ചെയ്യും. അയാൾ ഒരു റിലീജിയസ് ലീഡറാണ്, ഒരു ആൾദൈവമാണ്. അതുകൊണ്ടാണ് നോർമൽ ഹോസ്പിറ്റൽസിലൊന്നും പോയി സർജറി ചെയ്യാത്തത്. അയാൾ സ്വയം ദൈവമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും സാധാരണ ആളുകളെ പോലെ അസുഖം വന്നു, അതുപോലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി എന്നൊക്കെ പുറത്തറിയുന്നത് അയാൾക്ക് നാണക്കേടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് പ്ലാൻ ചെയ്തത്. ഇവർ മൂന്നിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രോക്കർ മിൻ വന്നിട്ട് പറയും, റെസ്റ്റ് എടുത്തോണം, ഇന്ന് രാത്രിയാണ് സർജറി നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, അപ്പോൾ രാത്രി ഉറങ്ങാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടെ സേവക് ചോദിക്കും, എന്തിനാണ് ഈ രാത്രിയിൽ ചെയ്യുന്നത്? ഞങ്ങൾക്ക് നേരെ റെസ്റ്റ് എടുക്കാൻ പോലും പറ്റത്തില്ല, രാവിലെ വരെ സർജറി നീളും, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പകൽ ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലയൻറ്റിന് അതാണ് വേണ്ടുന്നത്, ക്ലയൻറ്റിന് എന്താണ് ആവശ്യം അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇയാൾ എന്ന് മുതലാണ് ക്ലയൻസിൻ്റെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയത്? ആരെയായിരിക്കാം നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ സേവക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹാൻ പറയും, ഇന്ന ആളാണ്, റിലീജിയസ് ലീഡർ ആണെന്ന് പറയും. അപ്പോൾ സേവകന് കാര്യം മനസ്സിലാവും, മനഃപൂർവ്വം ബ്രോക്കർ മീൻ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു എന്നാണ് അവൾ പറയുന്നത്. സേവകോ ഡോക്ടർ ഹാൻ്റെ അടുത്ത് പറയും, ചീഫ് സർജൻ ഡോക്ടർ ചോയ് ആണ്, പക്ഷേ കൈക്കൊക്കെ വിറയലുണ്ട്, നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുവാണെങ്കിൽ അന്നേരം എന്നോട് പറയണം, ഞാൻ പൊസിഷൻ സ്വിച്ച് ചെയ്തോളാം. ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് അയാൾ ചെയ്യുന്നില്ല എന്ന് പറയാഞ്ഞത്, മനഃപൂർവ്വം ചെയ്യാൻ വന്നതാണ്, അയാൾ പിന്മാറുന്ന ഒരു സ്വഭാവമല്ല, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കും. ചീഫ് ഒരു മീറ്റിംഗ് വിളിക്കും. എന്താണ് ലീഡ്, 2 ആഴ്ചയായി കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരനെ കാണാതായിട്ട്, നിങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഇയാൾക്ക് കണ്ടുപിടിക്കാൻ വയ്യെങ്കിൽ ഞാൻ അന്വേഷണം വേറെ ടീമിനെ ഏൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യാങ്ങിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അപ്പം ഇവർ ലാസ്റ്റ് ഈ ലീയെ കൊണ്ടുപോയ ടാക്സി ഡ്രൈവറിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറക്കാനാണ് പറഞ്ഞത്. അത് അടഞ്ഞു കിടക്കുകയാണെന്ന് ഇയാൾക്ക് അറിയായിരുന്നു. അപ്പം
വീണ്ടും തുറന്നോന്ന് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണെന്നാണ് ലീ പറഞ്ഞിരുന്നത്. ഇവർ നോക്കുന്നുണ്ടെ വേറെ ലീഡൊന്നുമില്ല. ചെല്ലുന്നുണ്ടെ അവിടെ അടച്ചിട്ടേക്കുവാണ്, അവിടെ തുറന്നിട്ടില്ല. ആരെയാണ് കാണാൻ പോയതെന്ന് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് വിളിച്ചേക്കുന്നത് ചോയിയാണ്. ചോയിയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പം ചോയ് മനഃപൂർവ്വം വീട്ടിൽ ഫോൺ വെച്ചിട്ട് വന്നതാണ്, എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തെളിവായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു രീതിക്കും ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻസ്പെക്ടർ ലീക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഈ കൾപ്രിറ്റിന് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരിക്ക് വേണ്ടിയിട്ട് ആൾദൈവത്തിനെ അവിടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും അയാളിങ്ങനെ അന്നേരമാണ് സേവകനെ കാണുന്നത്. ചീഫ് സർജൻ്റെ കൂടെ വേറൊരാളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതൊരു ലേഡി ആണെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത്രയും ചെറിയൊരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇയാൾക്ക് ഇതുവല്ലം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിക്കും. ആളുടെ സ്വഭാവത്തിന് അവൾ മിണ്ടാതിരിക്കുമോ? അന്നേരം തന്നെ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ വയസ്സായ ആളാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇത്രയും പ്രായമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൂപ്പന് ഈ സർജറി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇനി കുറച്ച് കാലം കൂടിയൊക്കെ അങ്ങ് പോയാൽ പോരെ എന്നുള്ള രീതിക്ക് സംസാരിക്കും. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഞെട്ടി നോക്കും, ഒന്നും മിണ്ടാതിരുന്നുകൂടെയെന്ന്. ബ്രോക്കർ മിൻ വരെ എന്ത് സംസാരമാണെന്നുള്ള രീതിക്ക് ഇവിടെ നോക്കുന്നുണ്ട്. അയാൾ ഉടനെ ഈ പ്രൊസീജിയർ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അവളുടെ അടുത്ത് പറയും. അവൾ അതെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോയ്ക്ക് വരെ ചിരി വരും. ഡോക്ടർ ചോയ് ഇവിടെ വരുന്നതിന് മുമ്പ് കയ്യിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറാനായിട്ട് പോകുമ്പോൾ സേവക്ക് പുറകെ ചെന്നിട്ട് പറയും, നിങ്ങളുടെ ഹാൻഡ്സ് ഷേക്കിയാണ്, അതുകൊണ്ട് തന്നെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ പൊസിഷൻ സ്വിച്ച് ചെയ്യാം, നിങ്ങളുടെ ഈഗോയും വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ട് പോകും. ഇൻസ്പെക്ടർ ഞാൻ മിന്നിന്റെ ഫോൺ നമ്പർ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ, അയാളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇവരുടെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലിൻ്റെ. അടുത്ത ഇൻസ്പെക്ടർ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കുറേ ബോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബോട്ട് മുതലാളിയായിട്ടൊക്കെ ഇരുന്നാൽ പോരെ, എന്തിനാണ് സ്മഗ്ലിങ്ങിലേക്കൊക്കെ പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഇയാളെ കൊടുക്കും എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഉടനെ അയാൾ തിരിച്ചു ചോദിക്കുന്നത്, എന്നോട് നമ്പർ തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്, വീണ്ടും എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിർത്താനായിട്ട് ഞാൻ പറയും. എന്നിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഇൻസ്പെക്ടറിനെ കാണാതായി 2 ആഴ്ചയായി, ഇതുവരെ ഞങ്ങൾക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ബ്രോക്കർ മിന്നിൻ്റെ നമ്പർ വേണം, അവനെ കാണണം. അപ്പം മിൻ എവിടെയാണെന്ന് ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇനി ഞങ്ങൾ ശല്യപ്പെടുത്തത്തില്ല എന്ന് പറയുന്നുണ്ട്. അയാൾ മിന്നിനെ ഫോൺ ചെയ്യും. ഈ മനുഷ്യനാണ് മിന്നിനെ ചൈനയിലേക്ക് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. ആ സന്തോഷത്തിലാണ് മിൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ സംസാരിക്കുന്നത് ഇൻസ്പെക്ടർ യാങ് ആണ്. അപ്പം ധൃതി കാണിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇൻസ്പെക്ടർ ലീയെ കാണാനില്ല, ആ കേസിൽ നിങ്ങളെ കൊടുക്കുമെന്ന് യാങ് പറയും. ഇയാൾക്ക് വേറെ നിവൃത്തിയില്ലാതെ യാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും. ഈ സമയത്ത് അകത്ത് സർജറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ചോയ്ക്ക് ഒരു ചെറിയ തെറ്റ് പറ്റും, ചെറിയൊരു മുറിവുണ്ടാവും. അപ്പോൾ പൊസിഷൻ സ്വിച്ച് ചെയ്യണമെന്ന് സേവക് ചോദിക്കും. അവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി, ഞാനിവിടെ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുടനെ ഡോക്ടർ ചോയ് പറയും. എന്നിട്ട് ആദ്യത്തെ സർജറി നമ്മൾ രണ്ടും കൂടി ചെയ്ത ആദ്യത്തെ സർജറി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ അവൾ പറയും, ഓർമ്മയുണ്ട്, അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ഹാനിന് ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സേവക്കിൻ്റെ പ്രശ്നം എന്ന് ഡോക്ടർ ഹാൻ്റെ അടുത്ത് ചോയ് പറയും. കണ്ടില്ലേ, ആള് ഡേഞ്ചറസ്ലി ഇമ്പൾസീവ് ആണ്, കംപ്ലീറ്റ്ലി സെൽഫിഷ് ആണ്, പിന്നെ ഒട്ടും നന്ദിയില്ല എന്ന് പറയുന്നത്. അവൾ ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് നന്ദി കാണിക്കേണ്ടത്, ആരോടാണ് നന്ദി കാണിക്കേണ്ടത്, എന്താവശ്യത്തിനാണെന്ന് ചോദിക്കും. ഉടനെ ഡോക്ടർ ചോയ് പറയുന്നത്, പക്ഷേ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്, കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടീച്ചിങ് ഇത്രയും എക്സൈറ്റിംഗ് ആണെന്നും അത് എത്ര ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണെന്നും മനസ്സിലാക്കി തന്നത് ഇയാളാണെന്ന് പറയും. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നും കൂടി പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഡോക്ടർ ചോയ് സിൻസിയർ ആയിട്ടാണ് പറയുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ അവളൊന്ന് ഷെയ്ക്കണാവും. സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ ചോയ് ഇങ്ങനെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കും സേവക് അവിടേക്ക് വരും. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയുന്നത്, എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടറുടെ കൂടെ ഞാൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ദിവസങ്ങളാണ്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസങ്ങളൊക്കെ ടോർച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു സർജറി ചെയ്യത്തില്ലായിരിക്കും അല്ലേ, ഇത് നമ്മുടെ അവസാനത്തെ സർജറി ആയിരുന്നിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയാണെന്ന് ഇയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനാണെന്ന് ഡോക്ടർ ചോദിക്കും. അന്നേരം ഇവളാണെങ്കിൽ ഡോക്ടറെ അടുത്ത് ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും എന്നെ പഠിപ്പിച്ചതിനും എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് പറയും. അത് ഡോക്ടർ പ്രതീക്ഷിക്കുന്നില്ല. 2 പേർക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അക്നോളജ് ചെയ്യുക. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് സന്തോഷമാവും. ഡോക്ടർക്ക് വയ്യെന്ന് വിചാരിച്ചിട്ട് യുയങ് അന്വേഷിച്ച് വരും. അന്നേരമാണ് ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞാലേ വരത്തുള്ളൂ എന്ന് കുക്കു പറയുന്നത്. ഇരിക്കാനായിട്ട് പറയും. അന്നേരമാണ് അലനെ കാണുന്നത്. ഡോക്ടറുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരിക്കൽ പോലും ഇയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അലൻ യങ്ജുവിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ എന്തിനാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അത്യാവശ്യമായിട്ട് വന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ടേ.
ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്, സേവക്കിനെ അറിയാമല്ലോ അല്ലേ എന്ന് ചോദിക്കും. സേവക്കുമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഇയാളെ ലാപ്ടോപ്പിൽ ഡോക്ടർ ചോയുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആരുടെയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് നോക്കുന്നുണ്ടേ കുറച്ച് കഴിയുമ്പോൾ യങ്ജുവിന് സംശയം തോന്നും, അവന് മനസ്സിലാവും. മിസ്സസ് റാം വന്നിട്ട് ഡോക്ടർ ചോയെ കൂട്ടിക്കൊണ്ട് പോകും. വേറെ ആരും അന്നേരം അവിടെ ഇല്ല. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ ആളെ ഒബ്സർവ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഹാൻ ആണ് അവിടെ നിൽക്കുന്നത്, ബാക്കി എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡോക്ടർ ചോയെ അന്വേഷിക്കും സേവക്ക്. ഡോക്ടർ നേരത്തെ പോയായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു എന്നപ്പം ബ്രോക്കർ മിൻ ചോദിക്കും. അവളത് പ്രതീക്ഷിക്കുന്നില്ല. ബ്രോക്കർ മിന്നാണ് ഇവരെ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവിടുന്നത്. ഇയാൾ കാറിലിരുന്നിട്ട് ഡോക്ടർ ചോയെ വിളിക്കും. പോകാൻ നേരത്തെ യാത്ര പറയാനൊന്നും പറ്റിയില്ല, നമുക്ക് വീണ്ടും കാണണം എന്ന് പറയുന്നുണ്ടേ. യങ്ജു അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇന്ന് രാത്രിയിൽ ഒന്നിച്ചൊരു ഡിന്നർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറും കൂടെ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ കൂടുതൽ വിശദീകരിക്കാനായിട്ട് ബ്രോക്കർ മീൻ സമ്മതിക്കുന്നില്ല. ഇല്ല, ഡോക്ടർക്ക് ക്ഷീണമായിരിക്കും, ഡോക്ടർ കിടന്നിറങ്ങിക്കോട്ടെ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യും. മിന്നിൻ്റെ കോള് വന്നു കഴിയുമ്പോഴത്തേക്കും മിസ്സസ് റാ പറയും ഡോക്ടറെ അടുത്ത്, ഇനിയിപ്പോൾ സേവകനെ വെച്ചിട്ടായിരിക്കും ബ്രോക്കർ മീൻ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അയാൾ അങ്ങനെ ഒരാളാണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന്. കുറച്ച് ദൂരം മാറി വണ്ടി ഒന്ന് നിർത്താനായിട്ടാണ് അന്നേരം ഡോക്ടർ ആവശ്യപ്പെടുന്നത്. ഡോക്ടർ രാവിലെ ഇവിടേക്ക് വരാൻ നേരത്ത് അത്യാവശ്യപ്പെട്ട് ലൈബ്രറിയിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് അഡ്മിഷൻ്റെ സമയത്ത് എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് സേവക്ക് എഴുതി കൊടുത്തതാണ്. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് മിന്നിൻ്റെ കോള് വരുന്നതും സേവക്ക് സർജറി ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ വന്നേക്കുന്നത്. അത് വായിക്കും. സ്നേഹത്തോടെയാണ് അയാളത് വായിക്കുന്നത്, നമുക്ക് മുഖത്തുനിന്ന് മനസ്സിലാവും. അവൾ അതിൽ എഴുതിയിരിക്കുന്നത്, ചെറുതായിരിക്കുമ്പം മുതൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുമായിരുന്നു. ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും ആ ചിന്തകൾ മാറിപ്പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ബ്രെയിൻ നേരിട്ട് കാണുമ്പോഴാണ് ആ ചിന്തകളൊക്കെ നിന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോയിൻ ചെയ്യണം. അതെനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പുറത്തൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പക്ഷേ എനിക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതാണത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതേ കാര്യങ്ങളിൽ കൂടി തന്നെയാണ് ഡോക്ടർ ചോയും ലൈഫ് കൂടി പോയിട്ടുള്ളത്. അവൾ പറഞ്ഞേക്കുന്നതെല്ലാം അയാളുടെ ലൈഫിലും അയാളുടെ ചിന്തകളിൽ കൂടി പോയിട്ടുള്ള കാര്യങ്ങളാണ്. സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ടുപേരുടെയും ലൈഫാണ് കാണിക്കുന്നത്. ഇപ്പം രണ്ടുപേരും സിമിലർ ആണ്. അതുകൊണ്ടാണ് ഇവളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നത് ഡോക്ടർ ചോയ്ക്ക്. അപ്പം ഇൻസ്പെക്ടർ യാങ് ഇയാളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് പകരമായിട്ട് ഈ ഇല്ലീഗലായിട്ട് സർജറി ചെയ്യുന്ന സെയോക്കിനെ കൈമാറാം എന്നാണ് ഇയാൾ ഇൻസ്പെക്ടർ യാങ്ങുമായിട്ട് വെക്കുന്ന ധാരണ. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്, ഡിന്നർ എന്ന വ്യാജേന. ഇയാൾ സംശയാസ്പദമായിട്ടാണ് പെരുമാറുന്നത്. സെയോക്കിന് സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഇയാളെ കൊണ്ട് ഇനി ശല്യം ഉണ്ടാകരുതെന്ന് മറ്റേ ഗ്യാങ്സ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇയാളെ കൊല്ലാനായിട്ട് സെയോക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യങ്ജുവിനെ എനിക്ക് തലവേദനയാണ്, പെയിൻ കില്ലേഴ്സ് വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ട് അവൾ ഫാർമസിയിലേക്ക് പറഞ്ഞു വിടും. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, കുറച്ച് നേരം അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് സെയോക്ക് മിന്നിനെ വിളിച്ചുകൊണ്ട് പോകും. അന്നേരം അവൾക്കൊരു കോള് വരും. അത് യുയങ് ആണ്. ഡോക്ടർ ചോയ് അടുത്തുണ്ടോ, ഫോണൊന്ന് കൊടുക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. നിനക്ക് ഡോക്ടർ ചോയുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കണം, എന്നോട് എന്തിനാണ് വിളിച്ച് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ടേ. ഇവൻ പറയും ഡോക്ടറിന് ഇനി അധിക നാൾ ജീവിക്കാനായിട്ട് പറ്റത്തില്ല, സംഗതി വളരെ സീരിയസ് ആണെന്ന്. അപ്പം അത്രയും സീരിയസ് ആണെന്ന് ഇവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. ആ ഷോക്കിൽ നിൽക്കുമ്പോൾ ആരോ അവളെ പാസ് ചെയ്ത് പോകും. അയാളെ നേരെ ചെന്നിട്ട് ബ്രോക്കർ മിന്നിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. മിന്ന അന്നേരം അവിടെ നിന്നുകൊണ്ട് ഇൻസ്പെക്ടർ യാങ്ങും വേറൊരു പോലീസുകാരനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൈ കാണിച്ചിട്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫുൾ ആൾക്കൂട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അപ്പം ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്താണ് കണ്ണ് തെറ്റിച്ചാണ് ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് ഡോക്ടർ ചോയിയാണ്. ഇയാളെ കൊണ്ടുപോയി കൊല്ലും. ഇവക്കപ്പം മനസ്സിലാവുന്നുണ്ട് ആരോ വന്ന് പാസ് ചെയ്ത് മിന്നിനെ വിളിച്ചുകൊണ്ട് പോയി എന്ന്.